അതിഷി മർലേന ദില്ലി മുഖ്യമന്ത്രിയായി 21-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദില്ലിയിൽ അധികാരത്തിലെത്തുന്ന മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി മർലേന. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, ഈ അരവിന്ദ് കെജ്രിവാൾ രാജി നൽകിയതിന് ശേഷം അനിശ്ചിതത്വം നിലനിന്നിരുന്നു അതിഷി മർലേനയുടെ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച്. ആ അനിശ്ചിതത്വം ഒഴിഞ്ഞിരിക്കുന്നു. 21-ന് തന്നെ സത്യപ്രതിജ്ഞ. എന്താണ് AAP നൽകുന്ന മറ്റു കാര്യങ്ങൾ, വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിഷി ലഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അതിന് ഒരു അവസാനം വന്നിരിക്കുകയാണ്. അതിഷി ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ഈ വരുന്ന 21-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നതാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ദില്ലിയുടെ മൂന്നാം വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നേരത്തെ സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത് എന്നിവരായിരുന്നു ദില്ലിയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള വനിതാ നേതാക്കൾ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതിഷിയും അതേ തലത്തിലേക്ക് തന്നെ ദില്ലിയുടെ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രിയായി എത്തുന്നത്. എന്തായാലും ആം ആദ്മിയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് ഇത്തരത്തിൽ ഒരു അധികാര കൈമാറ്റം എന്ന് പറയുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ് ദില്ലിയിലുള്ളത്. 5 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു 5 മാസം കൊണ്ട് ആം ആദ്മിയെ കൂടുതൽ ശക്തമാക്കുക എന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് അതിഷിക്ക് മുന്നിലുള്ളത്. സിജു, വിഷ്ണു, ഈ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയ അവസരങ്ങളിൽ വനിതകൾക്കായി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ, ഈ സൗജന്യ ബസ് യാത്ര അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടുത്ത ഒരു ചുവട് കൂടിയായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഈ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചത് ഒരു തന്ത്രമാണെന്നായിരുന്നു BJPയുടെ അടക്കം വാദം. നിലവിൽ കൃത്യമായൊരു പദ്ധതി AAPക്കുണ്ട് അതിഷി മർലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ. സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതിഷി അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടുമ്പോൾ അതിൽ ആം ആദ്മിക്ക് കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വലിയ തലത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ നിലനിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് ഉൾപ്പെടെ ജയിലിൽ പോയ സാഹചര്യം ആം ആദ്മിക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇതൊക്കെ വലിയ ഒരു പ്രചരണമായിട്ടായിരിക്കും BJP മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഈ ഒരു മദ്യനയ അഴിമതി കേസൊക്കെ വലിയ പ്രചരണ ആയുധം. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രിയായി അതിഷി മർലേന ഈ മാസം 21-ന്, അതായത് ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. AAP തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്.